കർണാടകയിൽ നിന്ന് പിടികൂടിയ തണ്ണീർ എന്ന ആന. റേഡിയോ കോളർ ഇട്ടപ്പോൾ നൽകിയ പേരാണ് തണ്ണീർ. കർണാടകയിലെ ഹസനിൽ സഹാറ എസ്റ്റേറ്റിൽ നിന്നും 2 ആഴ്ച മുമ്പാണ് ആനയെ പിടികൂടിയത്. മൈസൂർ വനം വകുപ്പിനാണ് ആനയുടെ നിരീക്ഷണ ചുമതല. എന്താ ചെയ്യാ? പിന്നെ ലൈവല്ലേ ലൈവ് പോയതാ ആനനെ പേടിപ്പിച്ച ആളിന് എന്താ ചെയ്യാ? പിന്നെ ലൈവല്ലേ ലൈവ് പോയതാ ആനനെ പേടിപ്പിച്ച ആളിന് എന്താ ചെയ്യാ? പിന്നെ ലൈവല്ലേ ലൈവ് പോയതാ ആനനെ മാനന്തവാടിയിൽ ആന പുഴ നീന്തിക്കടക്കുന്നതിന്റെ ദൃശ്യങ്ങളാണ് നമ്മൾ നേരത്തെ കണ്ടത്. ഇന്ന് പുലർച്ചെയാണ് നാട്ടുകാർ നഗരത്തിൽ കാട്ടാനയെ കണ്ടത്. ഇതോടെ മേഖലയിൽ നിരോധനാജ്ഞ പ്രഖ്യാപിച്ചു. റേഡിയോ കോളർ ഘടിപ്പിച്ച ആന കർണാടക വനമേഖലയിൽ നിന്നാണ് എത്തിയിരിക്കുന്നത്. വിവരങ്ങളുമായി ജിൻസ് തോട്ടുംകര ചേരുകയാണ്. ജിൻസ്, ഇപ്പോൾ ഏറ്റവും ഒടുവിൽ പുഴ നീന്തിക്കിടക്കുന്ന ആനയുടെ ദൃശ്യങ്ങളാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത്. ഏത് സ്ഥലത്താണ് ഇപ്പോൾ ആന തമ്പടിച്ചിട്ടുള്ളത്? വിവരങ്ങൾ എന്തൊക്കെയാണ്? ദേവിക, നിലവിൽ മാനന്തവാടി പോലീസ് സ്റ്റേഷന് താഴെയുള്ള വയലിലാണ് ഈ കാട്ടാന ഇപ്പോൾ തമ്പടിച്ചിരിക്കുന്നത്. രാവിലെ പായോടെത്തുകയും അതിനുശേഷം തിരിച്ചു വരുന്ന പുഴയിലൂടെ നീന്തുന്ന ദൃശ്യമാണ് ഇപ്പോൾ. എന്തായാലും ഇപ്പോൾ നിലവിലുള്ളത് ഈ പോലീസ് സ്റ്റേഷന് താഴെയുള്ള വയലിൽ തന്നെയാണ്. ഉടനെ തന്നെ ഇതിനെ അത് ജനവാസ മേഖലയാണോ ജിൻസ്? നിലവിൽ ഈ പ്രദേശം എന്ന് പറയുന്നത് ടൗണിനോട് അടുത്തുള്ള പ്രദേശം കൂടിയാണ്. അതുകൊണ്ട് തന്നെ ആളുകളെല്ലാം തന്നെ കടുത്ത രീതിയിലാണ്. എല്ലാവർക്കും കൃത്യമായിട്ടുള്ള ജാഗ്രതാ നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. ഈ ആനയെ പിടികൂടാനുള്ള നടപടികളാണ് ഇപ്പോൾ വനം വകുപ്പ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും പെട്ടെന്ന് തന്നെ ഇതിനെ ഉത്തരവിറങ്ങിയാൽ മയക്കുവെടി വെക്കാനുള്ള ഒരു തയ്യാറെടുപ്പിലാണ് ഇപ്പോൾ വനം വകുപ്പ് ഉള്ളത്. അതിനുള്ള നടപടിയിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ കടക്കുന്നത്. എന്തായാലും ഈ ആനയെ തിരിച്ചറിഞ്ഞു. കർണാടകയിൽ നിന്നുള്ള ആനയാണ് ഇവിടെ എത്തിയിരിക്കുന്നത് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ജനുവരി 16-നാണ് ഈ കർണാടകയിലെ അസനിൽ വെച്ച് ഈ കാട്ടാനയെ വനംവകുപ്പ് പിടികൂടുന്നത്. അതിനുശേഷം മൂലഹള്ള വനത്തിലേക്ക് തുറന്നു പിടിക്കുകയായിരുന്നു. ഈ ആനയാണ് 200 കിലോമീറ്റർ അകലെയുള്ള ഇപ്പോൾ മാനന്തവാടിയിൽ എത്തിയിരിക്കുന്നത്. എന്തായാലും ഉടനെ തന്നെ ഉത്തരവിറങ്ങുമെന്ന പ്രതീക്ഷയിലാണുള്ളത്. ജനങ്ങളെല്ലാം തന്നെ ഇതിനെ എത്രയും പെട്ടെന്ന് പിടികൂടണമെന്നുള്ള ആവശ്യം തന്നെയാണ് ഉറച്ചുള്ളത്. ഈ മേഖലയിൽ നിരോധനാജ്ഞയും പ്രഖ്യാപിച്ചിട്ടുണ്ട്. സ്കൂളുകളിൽ കുട്ടികളോട് പോകാതിരിക്കാനുള്ള നിർദ്ദേശമുണ്ട്. ഈ ആളുകൾ ഈ കാട്ടാനയെ കാണുന്നതിനും അതുപോലെ തന്നെ ഫോട്ടോ എടുക്കുന്നതിനും ശ്രമിക്കുന്നുണ്ട്. അതിനും കൃത്യമായിട്ടുള്ള ഒരു കർശനമായിട്ടുള്ള ഒരു നിരോധനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ജനങ്ങൾ വനപാലകരോട് ജനങ്ങൾ സഹകരിക്കണമെന്നുള്ള ആവശ്യമാണ് ഇപ്പോൾ ഉന്നയിക്കുന്നത്. എന്തായാലും ഇതിനെ പിടികൂടാനുള്ള ഒരു നീക്കം ഊർജിതമായ നീക്കം തന്നെയാണ് ഇപ്പോൾ നിലവിലുള്ളത്. ദേവിക.